കുഞ്ഞ്. മഹാവാരിയമ്മൻ നമുക്ക് കനിഞ്ഞു തന്നതായി. ഈ പെൺപടി ഏതാണോ? ആരുടെ മാട്ട് നമുക്ക് വളർത്താം, ആരും അറിയാണ്ട്. ഏതാണ്ട് വലിയ വീട്ടിലെ കുട്ടിയാണ്. ആരാനും തിരക്കി അറിഞ്ഞ് നമ്മുടെ തല കൊയ്യാണ്ടിരുന്നാ മതി. ഇന്നേരം പറയാതെ ശിവ, വേണ്ടത് ഞാൻ പറയാം. നാദാപുരത്തെ നാടുവാടി നടുക്കായിൽ കൂടി നീങ്ങുമ്പോ ഇരുവശങ്ങളിലും ആളുകൾ കണ്ണും നട്ട് കാത്തിരിക്കുമെന്നല്ലേ കരുതിയത്? ആണേ, ആരും ഇതറിഞ്ഞു കാണില്ല. കൊച്ചുകുറുപ്പിനെ കുറിച്ച് ഏതാണ്ടൊക്കെ കേൾക്കണല്ലോ. ഈയുള്ളവൻ കേട്ടില്ല. കേട്ടു കേട്ടു. സ്റ്റേഷൻകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അഞ്ചിയുടെ അടുപ്പിക്കും. അയ്യോ, തോട്ടക്കട കേട്ടില്ല. ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. ഞാനും കാവൂ കിനാവ് കാണാണോ? കുട്ടി വയനാട്ടിൽ നിന്നാവോ? അല്ല, ഈ വയനാടൻ വെളുത്തയ്ക്കും കാവൂനും മഹാകാളി മനസ്സറിഞ്ഞു തന്ന വളർത്തുമോനം. ഏട്ടത്തിയമ്മ കുഞ്ഞുമോൻ അമ്പാടിയും എവിടെയാണെന്ന് അറിയില്ല. തിരയാൻ ഇനി ഇടമില്ല. ഏട്ടന്റെ ദേഹവിയോഗത്തിൽ ദുഃഖം സഹിയാൻ കോരമ്പുഴയിൽ ചാടി ചത്തതാണ്. എല്ലാ വിവരവും നാം അവളെ വെച്ചറിഞ്ഞു. അവിടെ നിന്നുണ്ടായ ദുഃഖം മറന്നുപോകാതെ നാം ഇവിടെ വെച്ചറിയിക്കണം. നീ കണ്ണു തുറന്നേക്കണ്. നാലാള് കണ്ട നാണക്കേടാണ്. ഏതോ ഭ്രാന്തിയാവും. ലക്ഷ്മി, അയ്യോ, ഞാനിവിടെ. എന്റെ മക്കളെവിടെ? ശരി, തീരെ മുഴുവൻ തെരയും. എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒക്കെ അന്വേഷിക്കേ. വൈദ്യരെ പനച്ചേരിയോട് അല്ല, പനച്ചേരി നമ്മുടെ കുഞ്ഞുമോൾ ആർത്തേക്ക് അമ്മയില്ല. ലക്ഷ്മിയെ കോട്ടയിലേക്ക് കൂട്ടിക്കോളി. ലക്ഷ്മിക്ക് ഒരു വളർത്തലല്ല, ആർത്തയ്ക്ക് ഒരു വളർത്തമ്മയാട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് മോഷ്ടിച്ചതാ. കടുത്ത ശിക്ഷ തന്നോളി. ഈ കുട്ടിയുടെ തലയ്ക്കൽ കണ്ട മാറാപ്പീന്ന് ജോയി എടുത്ത. ഇപ്പോഴാണ് എന്റെ മോൻ സാക്ഷാൽ അമ്പാടിക്കുട്ടനായത്. ഉമരി, ചോയ്ക്ക് മാല എവിടെ നിന്ന് കിട്ടി? യാത്രക്കാരെ പിടികൂടാൻ, കാറ്റുപിടികൂടാൻ ചോയ് പോകുമ്പോ. ചോയ് പ്രിയവും പ്രായവും വെളുത്തയ്ക്ക് പുല്ലാണ്. ചോയ്ക്ക് കറുത്ത ശിക്ഷ തരണം. ചോയ് പേടിക്കില്ല, പൊറുക്കണമെന്ന് പറയുകയുമില്ല. ആഭരണങ്ങൾ ഇനിയും കിട്ടിയിരിക്കണം. അത് ചോയ് എടുത്തിരിക്കണം. അതിനും ചേർത്ത് ശിക്ഷ തരി. അമ്പാടി, എന്നാൽ കേൾക്ക്. ചോയയുടെ മക്കൾ രണ്ടുപേരും അമ്പാടിക്ക് ഇളം കൈയും വലം കൈയുമായി കിട്ടും. ശിക്ഷ തീർന്നില്ല. അമ്പാടിയെ അഭ്യാസങ്ങളും തൊഴിലും ശീലിപ്പിക്കേണ്ടത് ചോയിയാണ്. അത് ചോയി ഏക്കണ്, അത് ചോയി ഏക്കണ്. ഈ കാടിന്റെ ചരിത്രത്തിലെ വലിയൊരു നാളാണിന്ന്. ഇതുപോലൊരു നാളിലാണ് അമ്പാടി ഇവിടെ കാലുകുത്തിയത്. ഈ കുഞ്ഞാണ്
നാളത്തെ നിങ്ങളുടെ തലവനെന്ന് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു. മഹാകാളി കനിയട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ചിലർ നല്ലതല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടു വരുന്നതായി നമുക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു. ഈ വിവരം ഞാൻ വളർത്തച്ഛനെയും വേണ്ടപ്പെട്ടവരെയും അറിയിച്ചിട്ടുണ്ട്. പിച്ചത്തുട്ടിന് വേണ്ടി പാവപ്പെട്ടവരെയും വഴിപോക്കരെയും കൊള്ളയടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും പണച്ചാക്കുകളെയും കൊള്ളയടിച്ച് സാധുക്കൾക്ക് കൊടുക്കുക. അനീതിക്കും അക്രമത്തിനും എതിരായി പടവാൾ ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറാൻ മഹാകാളി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ നോക്കിൽ. അയ്യോ, ഇനി ഞാൻ എവിടെ ചെന്ന് നോക്കും? എടി മോളെ മാളു, എടാ മോനെ ചന്തുണ്ണി, അച്ഛൻ എന്തോ നയിക്കണം തപ്പുന്നത്? നിന്റെ അമ്മയുടെ തലയോട്. ആ പിന്നെ അല്ല, അമ്മയുടെ തലയോടില്ല, അമ്മൂമ്മയുടെ തലയോട്. എടാ ഞാൻ നിന്റെ ആരാ? എനിക്കറിയാം, അറിയാലോ. ഞങ്ങളുടെ അച്ഛൻ, ഇവിടുത്തെ നാടുവാഴി തമ്പുരാന്റെ വൈദ്യൻ, ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ മന്ത്രവാൻ ആണല്ലോ. എന്നിട്ടാണോടാ നീ എന്നെ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ എന്ത് കളിയാക്കിയ എടാ, എടുത്തു വെച്ച അറച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കുരിഞ്ഞു വരുമ്പോൾ സാധനമില്ലടാ മോനെ. അച്ഛാ, കുനിഞ്ഞ് നിവർന്നപ്പോൾ കണ്ടില്ലെങ്കിലേ അത് അപകടമാണ്, സൂക്ഷിക്കണം. എന്നിട്ടും അച്ഛൻ പറയുന്നില്ലല്ലോ എന്താ അന്വേഷിക്കുന്നതെന്ന്. ഇനി ഞാൻ കോട്ടയം ചെല്ലുമ്പോ ആ ഓർമ്മയില്ലാത്ത നാടുവാഴി തമ്പുരാൻ എന്തെടുത്തു കൊടുക്കും? ഞാൻ വലഞ്ഞല്ലോ ഭഗവതി. എന്റെ ഭഗവാനെ, എന്നിട്ടും അച്ഛൻ കാര്യം പറയുന്നില്ലല്ലോ. എടാ മോനെ, അച്ഛനെ കാണാനില്ലടാ. എന്ത് ഔഷധപ്പെട്ടി? ഇത്രയുള്ള കാര്യം എവിടെ പെട്ടി? ഈ കക്ഷത്തിരിക്കുന്ന എന്തുവാ? ഞാൻ ഓർത്തല്ലോ, എനിക്ക് അങ്ങനെ ഒരു മറവ് പറ്റാൻ വഴിയില്ല. അച്ഛന് ഒരിക്കലും അങ്ങനെ മറവ് പറ്റില്ല. മറവ് പറ്റിയിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങള് രണ്ടെണ്ണം പട്ടി പോലെ ഇവിടെ നിൽക്കില്ലായിരുന്നു. തുളച്ചു കളയാൻ. എടാ, അധിക പ്രസംഗം പറയുന്നോടാ അച്ഛനോട്. മോളെ, ഞാൻ കോട്ടയിലോളൊന്ന് പോയിട്ട് വരാം. അച്ഛാ, പുറകെന്ന് വിളിച്ചോടാ. കൊല്ലച്ച പിന്നെയും മറന്നു. ഞാൻ ഓർത്തല്ലോ എന്തോ. അച്ഛൻ ഒരിക്കലും മറക്കാത്ത ഒരു സാധനമുണ്ട്, അച്ഛന്റെ വടി. അമ്മ, സത്യം ചൊല്ലാണ് നല്ലത്. കുഞ്ഞിക്കുട്ടിയെ മമ്പാടിയെ നീ എങ്ങോട്ടാണ്? ആരെവിടെ? ഇവിടെ കൊണ്ടുപോയി ഇരുട്ടവയിലടക്കി ദാഹിച്ച നീര് കൊടുത്തു പോയി. നാടറിയും മുമ്പ് നാദാവൃത്ത നാടുവാഴിയുമായി അടുക്കണത് നന്ന് നമുക്കൊരു കരുത്തായി. എന്തിന്? അത് വേണോ? ആ വേണേ മാധവിയുടെ നാക്കറക്കാം, അവൾ പിന്നെ മിണ്ടുകില്ല. എന്നാലും കുഞ്ഞിക്കുട്ടിയും അമ്പാടിയും ജീവിച്ചിരിപ്പുണ്ടേൽ അമ്പാടിയുടെ ഇളയതായി തറവാടിന് മറ്റൊരു അവകാശി ഉണ്ടായി എന്ന് ഓർമ്മ വേണം. ഇവിടെ എന്തെല്ലാമോ രഹസ്യങ്ങൾ നടക്കും. എങ്ങും പ്രേതങ്ങളുടെ നിഴലുകൾ നീങ്ങും. ഒരു പറ്റം പേടിത്തൊണ്ടന്മാർ ഒളിഞ്ഞും പതുങ്ങിയും നടക്കും. അച്ഛൻ എന്താണ് മന്ത്രവാദിയെ കണ്ട മാടിനെ പോലെ മിഴിക്കുന്നത്? എനിക്ക് പൊള്ളണം. കാറ്റും കുളിരുമുള്ള ഈ മകര പുലർച്ചെ എങ്കിൽ കാവിലും കാലുവരത്തും ഒന്ന് ഇറങ്ങി നടക്കരുത്. കാവ് നിനക്കെന്നെ കാവിലേക്ക് പറഞ്ഞേക്കണമല്ലോ. ഊനിന്മേൽ കുരു പോലെയാണ് എനിക്ക് നിന്റെ ഈ കൂസലില്ല. കുളിച്ചു തൊഴാൻ നീ കൂട്ടാക്കാറ്, കളരിയിൽ നീ പോകാറ്, എന്നേരവും ഈ കഠാരിയും നീയും. ഏട്ടനെ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഈ കഠാര എനിക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ്. നീയോ അത് കയ്യിൽ നിന്ന് മാറ്റണേ. ഇതുമായിട്ട് എന്തിനാണ് നമുക്ക് നടത്തുന്നത്? ഈ കഠാരി എന്നോട് പറയാറുണ്ട്, ചോരയ്ക്കായി ദാഹിക്കണം. ആ ദാഹം തീർത്തു കൊടുക്കാൻ അവസരം കാത്തു കാത്ത് കഴിയാണ് ഞാൻ. എന്താ ആർച്ചേ,
പറഞ്ഞിട്ടാണല്ലോ അച്ഛൻ എന്നെ വിളിച്ചത്. വിളിച്ചു, വിളി കേട്ടു. പക്ഷെ ചൊല്ലാനുള്ളത് എന്താണെന്ന് മൊഴിഞ്ഞില്ല. അതെ. പറയാൻ വന്നത് മറന്നേ പോയി. പ്രായമേറെ ചെന്നില്ലെങ്കിലും മറവി നമ്മൾ നന്നേ പിടികൂടിയിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു വന്നത് ഞാനൊരു പിടിവാശിക്കാരിയായി തീർന്നിരിക്കുന്നു എന്നാണ്. എന്നെ ഏറെ ലാളിച്ചതുകൊണ്ട് ഞാൻ കുടയ്ക്കും വടിക്കും പറ്റാത്ത പെൺപിറവിയായി പോയെന്നാണോ? ജീവിതകണ്ട അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന വാചകങ്ങളല്ലേ ഞങ്ങള് ഉദ്ദേശിച്ചത്. ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് അച്ഛൻ പറയണം. തെറ്റ് അല്ലിമറക്കാവിലെ കൂത്തും വേലയും കാണുവാൻ ആളും അകമ്പടിയും കൂടാതെ പോണമെന്നുള്ളതിന്റെ വാശി തെറ്റല്ലേ? തെറ്റല്ലേ? അല്ലിമലർക്കാവിലെ കോശങ്ങൾക്ക് ഇനി 8 നാളേ ഉള്ളൂ. ഈ അകമ്പടിയും ഉപചാരവും സ്നേഹവും ഈ കോട്ടയും എല്ലാം എന്നെ വീർപ്പ് മുട്ടിക്കുന്നു അച്ഛാ. കൂട് തുറന്നു വിട്ട ഒരു കിളിയെപ്പോലെ പുറത്തേക്ക് പറക്കണമെന്നാണ് എന്റെ ആശ. മാതപുരത്ത് അങ്ങാടിയിലൂടെ വേണം അല്ലിമലർക്കാവിലേക്ക് പോകാൻ. കള്ളന്മാരും കള്ളന്മാരും ഏറെയുള്ള ഇടമാ. വഴി തന്നല്ല, മാലക്കാരുണ്ടാക്കണം. നാദാപുരത്തെ നാടുവാഴിയായ അച്ഛനത് ചൊല്ലുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നാടുവാഴിയല്ല പറയണത്, ഒരച്ഛനാണ്. പ്രജകളോടല്ല, മകളോടാണ്. ഈ നാദാപുര ആത്തറയിൽ വെച്ചല്ലേ അച്ഛാ പെണ്ണായ ഉണ്ണിയാർച്ച പകരി തിരിഞ്ഞ് നനമുണ്ട് വീശി 40ഓളം കയ്യന്മാരെ നിരം പറ്റിച്ചത്? ഈ കഥകളൊക്കെ അച്ഛനും അറിവുള്ളതല്ലേ? ആരോമൽ ചേകവരുടെ ആ അരുമപ്പെങ്ങളുടെ പേരെങ്കിലും പേറാൻ ഭാഗ്യമുണ്ടായി ഞാൻ. ഇങ്ങനെ ഒരു നാൾ പറയുമെന്ന് നാം നിലച്ചിരുന്നെങ്കിൽ എന്റെ പേര് മാറ്റുമായിരുന്നു അല്ലേ? ഇല്ല, വെറും ഓർച്ചയ്ക്ക് പകരം ഉണ്ണിയാർച്ച എന്ന് നാം പേരിടുമായിരുന്നു. പിന്നെ ഇങ്ങനെ കിണ്ണാരം തിന്നുകൊണ്ട് നിന്നാ പനച്ചേരിയെ കാണാൻ പറ്റില്ല. പാവം ഇപ്പൊ കാത്തു നിൽപ്പുണ്ടാവും. നിന്റെ വളർത്തുമേമ ആലോചിച്ച് നാം നിന്നെ വിവരം ധരിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുവാൻ വളരെയേറെ സമയം വേണം. സ്വന്തം നിലയും വിലയും മറക്കരുത്. നാടിന്റെ നേട്ടവും തറവാടിന്റെ മാനവും കളയരുത്. ഉപദേശം പോലെ ഉദാരമായി കൊടുക്കാവുന്ന മറ്റൊന്നുമില്ല. എങ്കിൽ എന്തിനാണ് ഭാവം എന്നോടുകൂടി പറയരുതോ? എനിക്കറിയില്ല. നോക്കി, 18 ആണ്ടോളവുമായി ഞാനിവിടെ പാദമൂന്നിയിട്ട് പലതും കണ്ടു, പലതും അറിഞ്ഞു. പറയുന്നത് ഓർക്കണം. പനച്ചേരി യജമാനനും കുട്ടോത്ത് നമ്പിയും കൂട്ടരും കൂടി കഴിയുന്ന ഈ കോട്ടയിൽ കൊച്ചുതമ്പരാട്ടിയായിട്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. നാടുവാഴി തമ്പുരാന്റെ ശുദ്ധഗതി ഇവിടെ ശാപമായി തീർന്നിരിക്കുകയാണ്. അച്ഛനെ അന്ധമായി അനുസരിക്കണമെന്നല്ല, അല്പമായെങ്കിലും അറിയണമെന്ന് ഈ പഴയ മനസ്സപേക്ഷിക്കുകയാണ്. ആണും പെണ്ണുമായി അവശേഷിക്കുന്ന കൊച്ചുതമ്പുരാട്ടി കോട്ടയുടെ കാര്യത്തിലാണ് കൂടുതൽ കരുതലെടുക്കേണ്ടത്. ഏറെ നല്ലവനാണ്. നമ്പി കേട്ടില്ലേ? കേട്ടു. ഈ ലക്ഷ്മി ആർച്ചയെ ഉപദേശിച്ച് നന്നാക്കി കളയുമോന്ന് എനിക്കൊരു ഭയം. പനച്ചേരി കുറുപ്പജമാനൻ നാടുവാഴി തമ്പുരാന്റെ കാര്യക്കാരനായി ഇരിപ്പോളം ഈ കുട്ടോത്ത് നമ്പി തമ്പുരാനൊപ്പം കൂട്ടുന്ന പടനായന്മാരുടെ തലവനായി കഴിവോളം അമ്മാതിരി ഒരു ഭയമേ വേണ്ട. ഇവളെ കായൽക്കരയിൽ കണ്ടന്നു തൊട്ടേ എന്റെ കരളിൽ ഒരു കിടുകിടുപ്പാണ് നമ്പി. ലക്ഷ്മി അപകടം പിടിച്ചവൾ തന്നെ, സംശയേ വേണ്ട. നമ്മുടെ പരിപാടികൾക്കൊക്കെ ഇവൾ തടസ്സാവും, സംശയേ വേണ്ട. നാടുവാഴി തമ്പുരാന് ഇവളെ നന്നായി പിടിച്ചിരിക്കണം. ആ പിടിക്ക് വിവേകമുണർത്താൻ ഇവൾക്ക് കഴിയും. മന്ത്രവും തന്ത്രവും പഠിച്ചോളാണ്, സംശയേ വേണ്ട. തമ്പുരാന് ഇവളുമായി അവിഹിത വേഴ്ചയൊന്നുമില്ല. ഇല്ല. നമ്പിക്ക് എങ്ങനെ അറിയും? പനച്ചേരി യജമാനൻ ഇപ്പൊ പറഞ്ഞു. ഏതിനും ഇവിടെ നോട്ടം ഇട്ടോളി, ഇവിടെ നകറ്റം. ഞാൻ ഒപ്പമുണ്ട്.